ഇത് എൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന എള്ള് ചെടിയാണ് കേട്ടോ. എള്ളിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല നമുക്കിത് ചെടിയായിട്ട് വേണമെങ്കിലും വളർത്താം. കുറേ കൂടുതൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഇത് ഒരു 5-6 ചെടി മാത്രമേ ഇവിടെ മുളച്ച് കിട്ടിയിട്ടുള്ളൂ. ഇത് തനിയെ മുളച്ച് വന്നതാണ് കേട്ടോ. ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതൊന്നുമല്ല. ഇതാണ് എള്ളിൻ്റെ പോട് എന്ന് പറയുന്നത്. ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഭാഗം കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് എള്ളുണ്ടാവുന്നത്. രണ്ട് വശത്തുമായിട്ട് ധാരാളം എള്ള് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പാകമാകുന്നത് കണ്ടോ, അടിഭാഗത്തെ ഇലകളെല്ലാം പഴുത്തു തുടങ്ങിയില്ലേ. ഇനി എല്ലാ ഇലകളും പഴുത്ത ചെടി ആകെ പഴുത്ത് നിൽക്കുന്ന സമയത്ത് പറിച്ച ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയാണെങ്കിൽ ഇത് എള്ള് ഇതിൽ നിന്ന് തനിയെ പൊട്ടി പുറത്തു വരും. ആ സമയത്ത് നമുക്ക് ഉണക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അന്നജം, കൊഴുപ്പ്, പ്രോട്ടീൻ, കാൽസ്യം, ഇരുമ്പ് എന്നിങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് എള്ള്. അപ്പോൾ ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് കൃഷി ചെയ്യേണ്ടത്. നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് കൃഷി ചെയ്യേണ്ടത്.